വീണ്ടും വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യത്തെ എതിർത്ത് SIT സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ജയശ്രീയുടെ പങ്ക് വ്യക്തമാണെന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു. നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ ജാമ്യാപേക്ഷയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീക്ക് മാത്രമാണ്. ജയശ്രീ ആദ്യം തന്നെ സുപ്രീം കോടതിയെ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് സമീപിച്ചത്. ഇതിൽ അന്ന് സുപ്രീം കോടതി നോ അറസ്റ്റ് ആയിരുന്നു, അതായത് ഇവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു പോലീസിന് നൽകിയ SITക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് ജയശ്രീക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇപ്പോൾ SIT ഇതിലൊരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് ജയശ്രീക്ക് ഇതുമായി കൃത്യമായി തന്നെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ കോടതി ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. അതായത് ജാമ്യം നിഷേധിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ അവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് 18ാമത്തെ കേസായിട്ടാണ് ഈ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ജയശ്രീ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ തന്റെ ആരോഗ്യ കാരണങ്ങളും മറ്റും ചൂണ്ടിക്കാണിച്ചായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തേടിയത്. അന്ന് കോടതി ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കിയിരുന്നത് അവരെ അറസ്റ്റ് ചെയ്യരുത്, അവരുടെ ആരോഗ്യ കാരണങ്ങളുണ്ട്, അതേസമയം അന്വേഷണവുമായി സഹകരിക്കണമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താകും ഇതിൽ സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം എന്നുള്ളത് നിർണായകമായും. ഈ ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ വാദപ്രതിവാദം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുക. വിനോദ്, തീർച്ചയായും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ ജാമ്യാപേക്ഷയിന്മേൽ സുപ്രീം കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.